എത്ര എന്തെയാ? അതാ പാറാവില്ല ഏൽപ്പിച്ചേ. ഞാനിവിടെ അടുത്തുണ്ട്. ഞാൻ സ്റ്റേഷൻ നമുക്ക് ആ മുട്ട സ്റ്റേഷനിലൊന്ന് കയറിയിട്ട് പോകാം. എന്തേ? ആ റേപ്പ് കേസിന്റെ ട്രയലുണ്ട്. ഫയലൊന്ന് നോക്കണം, അല്ലെങ്കിൽ ആ ജഡ്ജിന് ഭിത്തില് തയ്ക്കും. നമസ്കാരം സാറേ. സൈജ എന്നാ ശരി സാറേ, ഞാനത് ശരിയാക്കി നോക്കാം. ആ ചന്ദ്ര വലുതേ സാറകത്തോണ്ട് പോയിട്ടില്ല. ഞാൻ കണ്ടോ. അവരൊക്കെ സുഖമായിട്ട്. ഇങ്ങനെ പോരെ. ശരി സാർ. ഇതാണല്ലേ വണ്ടി? കേസിന്റെ ഫയൽ ആരുടെ കയ്യിലാണെന്നറിയോ? കോളിൻസിന്റെ കയ്യിലാണെന്ന് പറഞ്ഞു. ജീപ്പ് തട്ടിയാന്നാ പറയുന്നത്. വണ്ടി സ്കിഡ് ചെയ്ത് പോയി പാലാലടിച്ചതാ. ജീപ്പ് കിട്ടിയോ? നമ്പർ കിട്ടിയില്ല, അന്വേഷിച്ചോണ്ടിരിക്കുക. എവിടേക്കായിരുന്നു പരിക്ക്? പരിക്ക് ഇടത് കൈമുട്ടിനോടി ഉണ്ടായിരുന്നു. പിന്നെ ഇടതേറ്റയുടെ മേളിലൊരു മുറിവുണ്ട്. പക്ഷേ മരണാരണം പറയുന്നത് തലയ്ക്ക് പുറകിൽ ആഴമായ മുറിവുണ്ടായിരുന്നു, അത് വെച്ചുണ്ടായാണ്. എനിക്കിതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ കോപ്പി വേണം. തരാമല്ലോ. പിന്നെ ആക്സിഡന്റ് സീൻസിൻ്റെ എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യും. ചെയ്യാം. ശരിടാ. ഓക്കെ. മുട്ടം വില്ലേജിൽ മുട്ടം പി ഒ മുട്ടം പഞ്ചായത്തിൽ പൂഞ്ഞാറ് കാഞ്ഞാറ് തെക്കോടെ കൈകിടക്കുന്ന റോഡിന്റെ ഇരുഭാഗങ്ങളും സർക്കാർ വക സ്ഥലമാണ്. കിഴക്ക് ഭാഗം താഴ്വാരവും പടിഞ്ഞാറ് ഭാഗം മലയുമാണ്. ഈ റോഡിന്റെ കിഴക്ക് ഭാഗത്തിരിക്കുന്ന താൽക്കാലിക ചായക്കടയിൽ നിന്നും വടക്കോട്ട് സുമാർ 60 മീറ്റർ മാറിയും വടക്ക് സൈഡിലിരിക്കുന്ന PWD സൈൻ ബോർഡിൽ നിന്നും തെക്കോട്ട് സുമാർ 50 മീറ്റർ മാറിയും റോഡിന്റെ കിഴക്കേ വശത്തുള്ള നമ്പറില്ലാത്ത മയിൽക്കുറ്റിയിൽ നിന്നും 7 മീറ്റർ വടക്ക് പടിഞ്ഞാറോട്ട് മാറി റോഡിന്റെ പടിഞ്ഞാറേ വശമാണ് കൃത്യസ്ഥലം. നമസ്കാരം സാർ. ഈ സാക്ഷി പറഞ്ഞിരിക്കുന്ന ചാക്കോ മകൻ സേവ്യർ നീയാണോ? അതെ സാർ. അവരെങ്ങനെ കിടന്നിരുന്നേ? കിടന്നത് തല ആ ഭാഗത്തും കാലി ഇങ്ങടായിട്ടായിരുന്നു. കയ്യോ? കൈ ഇങ്ങനെ മലർന്ന കിടന്നത്, കൈ ഇങ്ങനെ വെച്ചിട്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറ്? താൻ പോയി 4 ചായ എടുത്തേ. സ്റ്റെല്ലയുടെ മരണം ഒരു ആക്സിഡന്റ് അല്ല,
പരിചയമില്ലാത്ത വണ്ടി ആയതുകൊണ്ട് നമ്പർ നോട്ട് ചെയ്ത് എന്നാ സാറേ കാറിൽ വന്ന്